ശരി, അപ്പോൾ നമ്മളൊക്കെ ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്നലെ എന്തായിരുന്നു? SIR അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെയാണ് കാണേണ്ടി വരിക? വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമോ, തള്ളിപ്പോകുമോ, അങ്ങനെ ഒരുപാട് ആശങ്ക നമുക്ക് അതിന്റെ ടെക്നിക്കൽ നടപടികളൊക്കെ തുടങ്ങിയിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഓഫീസർമാർ വരുന്നത് അടുത്ത മാസം 4-ാം തീയതി ആരംഭിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിനിടെ ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അനുനയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ന്യൂസ് മോർണിംഗിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറാണ്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് രത്തൻ ഖേൽക്കറിനൊപ്പം ചേരുന്നു. കേരളമടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വലിയ എതിർപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടത് വലത് പാർട്ടികളെല്ലാം ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും രാഷ്ട്രീയ കക്ഷികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏത് തരത്തിലായിരിക്കും അവരെ അത് കൺവിൻസ് ചെയ്യാൻ കഴിയുക തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് മീഡിയ വൺ മോർണിംഗ് ഷോയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അതിഥിയായി തന്നെ എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സർ, ഇന്ന് രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. വലിയ എതിർപ്പ്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവരെ അത് കൺവിൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ നമുക്കുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് തന്നെയാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസോട് നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ SIRയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാ അർഹതപ്പെട്ട എലക്ടേഴ്സിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവരണം, ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്താക്കണം എന്നുള്ളത് മാത്രം തന്നെയാണ്. സോ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സഹായം സഹകരണം ഉണ്ടാവണം എന്നുള്ളതാണ്. അവർക്ക് ആശങ്ക എന്ന് പറയുന്നത് ആർക്കെങ്കിലും നമ്മൾ ഉറവാക്കാൻ വേണ്ടിയിട്ടാണോ ഈ എക്സസൈസ് എന്നുള്ളതാണ് ആശങ്ക. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അടക്കം പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ എലിജിബിളായിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ എല്ലാ പാർട്ടി ആൾക്കാരോട് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ എല്ലാം വളരെ സുതാര്യമായിട്ട് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ ബൂത്ത് ലെവൽ ഏജൻസ് അടക്കം ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പങ്കാളികളാവണം എന്നുള്ളതാണ് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ ഉള്ളത്. അടുത്ത മാസം ആദ്യത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനിടയിൽ ഈ നടപടികൾ കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് മാറ്റിവെക്കണം കേരളത്തിലെ നടപടിക്രമങ്ങളെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു കത്ത് നൽകിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കത്ത് നൽകിയിരുന്നു. അക്കാര്യം താങ്കൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു. ഈ രണ്ടും കൂടി നടന്നു പോകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പും നടപടികളും ഈ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളും കൂടി ഒരുമിച്ച് നടക്കുമോ? 2 കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് SIR, അതിനൊപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ. ഇപ്പോൾ ഈ SIRയുടെ ഷെഡ്യൂൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത് ആദ്യത്തെ ഒരു മാസം, അതായത് 9-ാം തീയതി ഡിസംബർ വരെ, അതായത് ഇന്ന് മുതൽ 9-ാം തീയതി ഡിസംബർ വരെ നമ്മൾ എനുമറേഷൻ ഫോം നമ്മുടെ BLOമാർ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നു, അത് ഫിൽ ചെയ്യുന്നു, അത് തിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമായിരിക്കും. BLOമാർ ആരും നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിലെ ഇലക്ഷൻ ഒഫീഷ്യൽസ് അല്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിലെ BLO സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാർ, ഇത് വില്ലേജ് ഓഫീസേഴ്സ്, വില്ലേജ് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അവർ കൂടി ഇതിലെ ഇലക്ഷനിലെ ഒരു പാർട്ടിസിപ്പൻറ്റ് അല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് നിലവിലുള്ള ഇലക്ട്രൽ റോൾ ഓഫീസേഴ്സ്, പിന്നെ AEROs തഹസിൽദാർമാർ, ഇതിലെ 140 മണ്ഡലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 60 പേർക്കാണ് ഇലക്ഷൻ ഡ്യൂട്ടി വന്നിട്ടുള്ളത്. ബാക്കി ആൾക്കാർ ഇലക്ഷൻ ഡ്യൂട്ടി ഇല്ല. അത്ര ആൾക്കാർ കൂടി ഫ്രീ ആണ്. പിന്നെ ഈ 60 പേരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഡ്യൂട്ടിയിലില്ലാത്ത AEROമാർ കൂടി നിയമിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു മാസം, അതായത് 9th of December വരെ
നമുക്ക് ഫോം കൊടുക്കുന്നത് വാങ്ങുന്നത് മാത്രമാണ് ഒരു പ്രക്രിയയായിട്ട് വരാൻ പോകുന്നത്. അതിലെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ ഒരു മേൽനോട്ടം മാത്രമായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ എനുമറേഷൻ ഫോം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 27-ാം തീയതി ഒക്ടോബർ മധ്യരാത്രിക്ക് ഫ്രീസ് ചെയ്ത എല്ലാ ഇലക്ടേഴ്സുകായിരിക്കും. അതായത് 2.78 കോടി ആൾക്കാർക്ക് എനുമറേഷൻ ഫോം നമ്മൾ കൊടുക്കും. ഫോം തിരിച്ചു തരുന്ന എല്ലാ ആൾക്കാരും ഡ്രാഫ്റ്റ് റോളിൽ ഉണ്ടാവും. പിന്നെയാണ് രണ്ടാമത്തെ കാര്യം വരാൻ പോകുന്നത്. ഈ ക്ലെയിംസ്, ഒബ്ജെക്ഷൻസ് ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഡിസംബർ 2-ാം ആഴ്ച മുതൽ തുടങ്ങാൻ പോകുന്നത്. ആ സമയത്ത് 20-ാം തീയതിക്ക് ഉള്ളിൽ എല്ലാ പ്രക്രിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പൂർത്തിയായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ കൂടി പറഞ്ഞിട്ടുണ്ട്. സോ 20-ാം തീയതിക്ക് എല്ലാ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ക്ലെയിംസ്, ഒബ്ജെക്ഷൻസ് പീരിയഡ് ജാനുവരി 31-ാം തീയതി വരെ ഉണ്ട്. ഇന്നൊരു 1.5 മാസം കൂടി അഡീഷണൽ ആയിട്ടുണ്ട്. സോ ഈ ഒരു കാൽക്കുലേഷന് നമുക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ പ്രക്രിയ വളരെ കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. മതിയായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാതെ വരുന്ന അർഹരായ ആളുകൾ അവർ ഈ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകുമോ എന്ന ആകുലതയാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. കേരളത്തിൽ അങ്ങനെ സാഹചര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ പാലക്കാടിൽ അട്ടപ്പാടിയിലുള്ള ഉന്നതിക്ക് പോയപ്പോൾ മീഡിയ വൺ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ കൂടി കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഉന്നതിയിൽ പോലും ആൾക്കാർക്ക് 2-3 ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ട്. ഓക്കെ, ഒരാളുടെ കയ്യിലില്ല എന്ന് തന്നെ നമുക്ക് വയ്ക്കുവാണെങ്കിലും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് ഈ റൈറ്റ് ടു സർവീസ് ആക്ട് അനുസരിച്ച് 2 ആഴ്ചനകം തന്നെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും അർഹതപ്പെട്ട ആൾ പക്ഷേ രേഖകളില്ല എന്ന് വന്നാൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടി നമ്മൾ സ്വീകരിക്കും. മതിയായ രേഖകൾ സമർപ്പിക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് അത്തരം രേഖകൾ ഉണ്ടാക്കി നൽകാനുള്ള സഹായവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്നാണോ? തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് യോഗത്തിൽ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത്. കാരണം നമുക്കൊരു 11 രേഖകളുണ്ട്. അതിലെ പകുതി രേഖകൾ നമ്മുടെ സ്റ്റേറ്റ് രേഖകളാണ്. പിന്നെ ഇപ്പോൾ ആധാർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. സോ റൈറ്റ് ടു സർവീസ് ആക്ട് അനുസരിച്ചിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കാനുള്ള ഈ 11 രേഖകൾ 2 ആഴ്ചനകം എന്തായാലും അവർ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ വരുവാണെങ്കിൽ നമ്മുടെ BLO വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് കണ്ടിട്ട് അവരുടെ കയ്യിലെ രേഖകളില്ല നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് രേഖ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നൊക്കെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം. എന്തുകൊണ്ടായിരിക്കും അവർ അത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത്? എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണോ? എല്ലാ ഇലക്ഷനുടെ മുൻപ് ഒരു വോട്ടർ ലിസ്റ്റ് ഒരു റിവിഷൻ നടത്തണം. അതാണ് അവർക്കുള്ള മാൻഡേറ്റ്. ആ മാൻഡേറ്റിന് വേണ്ടിയിട്ട് എല്ലാവരുടെ സഹായം സഹകരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ അത് എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അജണ്ടകളോ ഒന്നും ഇതിനകത്തില്ല അല്ലേ? അത് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരേ അജണ്ട ഉള്ളൂ. അതായത് SIR കൃത്യമായിട്ട് നടപ്പിലാക്കണം. അതിനുള്ള ഷെഡ്യൂൾ അടക്കം നമുക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് SIRയുടെ അജണ്ട എന്താണ്. SIRയുടെ അജണ്ട തന്നെയാണ് നമ്മുടെ അജണ്ട. അതായത് എല്ലാ എലിജിബിൾ ഇലക്ടറിനെ നമ്മൾ വോട്ടർ ലിസ്റ്റിൽ കൊണ്ടുവരണം, ഇന്നെലിജിബിലിറ്റിയുള്ള ആൾക്കാരെ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പുറത്താക്കണം എന്നുള്ളതാണ് അജണ്ട. അത് തന്നെ ആയിരിക്കും നമ്മുടെ കേരളത്തിലുള്ള എൻ്റെ ഓഫീസിനുള്ള ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു അജണ്ട. ഇന്നത്തെ യോഗത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? തീർച്ചയായിട്ടും. ഞാൻ കേരളത്തിൽ ഇപ്പോൾ 23 വർഷമായിട്ട് ജോലി ചെയ്ത് വന്നിട്ടുള്ളതാണ്. എനിക്കറിയാം നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെ സഹായം സഹകരണം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഉദ്ദേശം എന്താണ്? ശരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമുള്ളൂ, ശുദ്ധമായിട്ടുള്ള ഇലക്ട്രൽ റോൾ വേണമെന്നുള്ളതാണ്. ശുദ്ധമായിട്ടുള്ള ഇലക്ട്രൽ റോൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസ് കൂടിയാണ്. ശുദ്ധമായിട്ടുള്ള ഇലക്ട്രൽ റോൾ വേണമെന്ന് പറയുന്നത് ജനങ്ങളാണ്. ശുദ്ധമായിട്ടുള്ള ഇലക്ട്രൽ റോൾ എന്ന് പറയുന്നത് മീഡിയ ആണ്. സോ ഇതിനെല്ലാവരും ഉത്തരവ് എന്ന് പറയുന്നത് SIR ആണ്. സോ SIR കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ എല്ലാവരുടെ ഭാഗത്തിനും പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട്
ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യത്തിലും ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാവണമെന്ന് ആവശ്യമൊന്നുമില്ല. ഒരു ഡിസഗ്രിമെൻറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യത്തിൽ ആൾക്കാർക്ക് സാധാരണഗതിയിലുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ഡിസഗ്രിമെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നമുക്കുള്ളത്. ആ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെ സഹായം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എന്തായാലും വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല അല്ലേ? നമുക്ക് ഒരിക്കലും ആശങ്ക വേണ്ട. ആശങ്ക എന്താണ്? കുറേ ആൾക്കാരെ നമ്മൾ പുറത്താക്കും എന്നുള്ളതല്ലേ ആശങ്ക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടീസോട്, അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ, ഇത്ര ആൾക്കാർ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടെന്ന് ആരെങ്കിലും നമ്മോട് പറയുവാണെങ്കിൽ, ആ ലിസ്റ്റ് തരുവാണെങ്കിൽ നേരിട്ട് ഇടപെട്ടിട്ട് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നൽകാൻ പോകുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഒരിക്കലും ആശങ്ക വേണ്ട. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ളത് മാത്രമേ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.